സൗരം, ഗാണപത്യം, വൈഷ്ണവം, ശാക്തയം ഈ 5 ശക്തിധാരകൾ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശക്തിധാരകളാണെന്ന് പറയാം. അപ്പോൾ അതിൽ ഇവിടെ ജലം, ഇവിടെ നമ്മുടെ ഈശാനകോണി എന്ന് പറയുന്ന ഇവിടെ ജലത്തിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. അപ്പോൾ നമ്മളെയൊക്കെ അടുക്കള ഭാഗത്തൊക്കെയാണല്ലോ ഈ ജലം കിണറൊക്കെ ഉണ്ടാവുക. അതാണ് ഈ വടക്ക് കിഴക്ക് മൂലയുടെ പ്രാധാന്യം. അതാണ് ഈ ജലരാശി എന്ന് പറയും. അപ്പോൾ അവിടെ ജലം എന്ന് പറയുന്ന പഞ്ചഭൂതത്തിലെ ഏറ്റവും പ്രധാനം ജലം. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്നിയാണ് ഈ വശം, അഗ്നിമൂല എന്ന് പറയും. അവിടെയാണ് ഈ ഗാണപത്യം എന്ന് പറയുന്നത്. ഏത് പൂജയായാലും ഒരു ഗണപതിക്ക് ഒരു സ്മരണ ചെയ്യാതെ ഏത് പൂജയും ചെയ്യില്ല. അപ്പോൾ അതവിടെ ഗണപതി. ഇനി ഇവിടെ വൈഷ്ണവം, അതായത് നിര്യതകോൺ എന്ന് പറയും. ഇത് ഇവിടെ ഭൂമി തത്വം, പൃഥ്വി തത്വമാണ്. അവിടെ വിഷ്ണുവാണ്. അതുപോലെ തന്നെ ഈ ഭാഗം അംബികാ വിധാനം എന്ന് പറയും. അവിടെ വായുകോണാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ വന്നിരിക്കുന്നത് വായുകോണിലാണ്. അപ്പോൾ അങ്ങനെ ഈ ഭാഗം അംബികാ വിധാനത്തിലാണ്. നേരെ കിഴക്ക് ആണ് സൗരം, ആകാശവിധാനം. ഇങ്ങനെ ജലം, അതുപോലെ തന്നെ അഗ്നി, അതുപോലെ ഭൂമി, അതുപോലെ വായു, അതുപോലെ ആകാശം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളാണ് വാസ്തവത്തിൽ ഈ പ്രകൃതി ആരാധനയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ പ്രകൃതി ആരാധനയിലെ ഈ പഞ്ചഭൂതങ്ങളെ നമുക്ക് അതിൻ്റെ നിർമ്മല സ്വഭാവത്തിലും സ്വരൂപത്തിലും കിട്ടില്ല. അത് പഴയ ആൾക്കാർക്കറിയാം. അത് പെട്ടെന്ന് പൊല്യൂറ്റഡ് ആവും. സെക്കൻഡ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഗംഗാജലം ഒഴുകി ബാക്കിയെല്ലാം വെള്ളം കേട് വരും എടുത്തു വെച്ചാൽ. അതുപോലെ ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു പ്രകൃതിയാലുള്ള ഒരു സ്വഭാവം വെച്ചാൽ പെട്ടെന്ന് അത് മലിനമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ആചാര്യന്മാരെ അതിൽ നിന്നുള്ള അതിൻ്റെ ഊർജത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദേവതയിലേക്ക് പതുക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ വം അപാത്മനാം ജലം കൽപ്പിയാന്ന് പറഞ്ഞ വം എന്ന് പറയുന്ന ബീജമന്ത്രം കൊണ്ടാണ് ജലത്തിൻ്റെ ശക്തിയെ മുഴുവൻ, ജലദേവതകളെ മുഴുവൻ ഒരിടത്തേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ ലം പൃഥ്വിയാത്മന ഗന്ധം കൽപ്പിയാൻ പറഞ്ഞ ലം എന്നുള്ള മന്ത്രം കൊണ്ട് ആ പൃഥ്വി തത്വങ്ങളെ എടുക്കുന്നു. അതുപോലെ ഹം ആകാശാത്മന പുഷ്പം കൽപ്പിയാമി, ആ ഹം എന്ന് പറയുന്ന തത്വം കൊണ്ട് ആകാശ തത്വത്തെ എടുക്കുന്നു. അതുപോലെ തന്നെ യം എന്ന ബീജമന്ത്രം കൊണ്ട് അഗ്നിയുടെ തത്വങ്ങളെ എടുക്കുന്നു. അതുപോലെ തന്നെ രം എന്ന ഇതുകൊണ്ട് പഞ്ചഭൂതത്തിൽ ബാക്കിയുള്ളതിനെ എടുക്കുന്നു. ഇങ്ങനെ വംനമ, ലംനമ, ഹംനമ, യംനമ, രംനമ, ശരിക്കും ഇതേ ഉള്ളൂ ബേസ്. അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാണ് ശരിക്കും നമ്മുടെ ആരാധനയുടെ എല്ലാം കേന്ദ്രം. അപ്പോൾ അതാണ് നമ്മൾ ഈ പഞ്ചായതന വിധാനം. അത് നമ്മുടെ ആ തന്മാത്രകളെ ഊർജത്തിലേക്കാക്കി ഈ താന്ത്രികമായിട്ടുള്ള ക്രിയകൾ, ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന മുദ്രകളിലേക്ക് അർത്ഥം അങ്ങനെയാണ്. അതാണ് ഈ കൈ ചൂണ്ടുവിരലുകളിൽ ഭയങ്കര പവറാണ്. ഈ കാരണം അഗ്നിതത്വമാണ്. ഒരാളെങ്ങനെ ചൂണ്ടി സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശമായിട്ടല്ല നമ്മൾ പറയാം അല്ലേ. കാരണം അതുപോലെ ഈ ആനയൊക്കെ ഇടഞ്ഞു വരുന്ന സമയത്ത് ഈ നമ്മുടെ ആറാം തമ്പുരാനെ പോലത്തെയുള്ള പഴയ ആളുകളൊക്കെ അവർ വിരലുകൊണ്ട് ചൂണ്ടി അവിടെ നിൽക്കുന്നവർ എന്നുവെച്ചാൽ അത്രയും മാതങ്കലിയിലേക്ക് പഠിച്ചിട്ടുള്ള അതിനുള്ള പവർ അവനവൻ ഉണ്ടാക്കിയെടുക്കണം എന്നർത്ഥം. അങ്ങനെ അഥവാ ഈ മതയാനെ പോലും നിർത്താൻ പറ്റുന്ന ആ രീതിയിലുള്ള ഈ മുദ്രകൾക്ക് അത്രയും ശക്തിയാണ്. അപ്പോൾ നമ്മൾ ഈ ഈ താന്ത്രിക വിധാനത്തിൽ നമ്മൾ മുദ്രകൾ ന്യസിക്കുമ്പോൾ ഈ ആയുധങ്ങളായാലും അംഗങ്ങളായാലും മുദ്രകളായാലും ന്യസിച്ച ആ ദേവതയുടെ സ്വരൂപത്തെ നമുക്ക് കാണാൻ കഴിയാത്തതിൽ മാനസികമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഈ ഊർജത്തെ ലയിപ്പിച്ചു കൊണ്ടിട്ടാണ് ഈ പൂജകളൊക്കെ വരുന്നത്. അപ്പോൾ പുറമേയുള്ളവർക്ക് ഈ ക്രിയകൾ കാണുമ്പോൾ എന്താണ് എന്നൊരു സംശയം ഇങ്ങനെ തോന്നാം. എന്തുകൊണ്ടാണ് കൈ കൊണ്ടും ഇതുകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ എന്താ. പക്ഷെ അതിലൂടെ നമ്മളൊരു സൃഷ്ടി നടത്തുകയാണ്. ആ ഭഗവാന്റെ അതിന് നമ്മളൊരു ചാർട്ട് പേപ്പറിലേക്ക് വരച്ചാൽ അതിലേക്ക് ഇങ്ങനെ കുട്ടികളിങ്ങനെ പോയിന്റ് ഇട്ട് ഇങ്ങനെ യോജിപ്പിക്കുമല്ലോ. അങ്ങനെ യോജിപ്പിച്ച ഗണപതിയുടെ ചിത്രം, വിഷ്ണുവിൻ്റെ. അപ്പോൾ അത് ഓരോന്നിനും ഇപ്പോൾ 4 ഇപ്പോൾ പാശായനമ, അങ്കുശായനമ, അഭയായനമ, വരദായനമ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായ ചിത്രം വന്നു. ഭഗവാൻ 4 കൈകളോടുകൂടിയുള്ള ഭഗവാൻ. ഒരു കയ്യിൽ പാശം, പാശം പോലെ കയറ്, അങ്കുശം പോലെ തോട്ട്, പാശായന, അങ്കുശ, അഭയായ വര, അഭയം പറഞ്ഞാൽ അഭയം കൊടുക്കുക, വരദം പറഞ്ഞാൽ വരദം, കയ്യിലോട് വരം കൊടുക്കുക. ഇതൊക്കെ അപ്പം തന്നെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഈ പഞ്ചായതന വിധാനത്തിലുള്ള ഒരു വിന്യാസം പല രീതിയിലും ചെയ്യാം. അപ്പോൾ അമ്പലങ്ങളിലൊന്നും നമുക്കിപ്പോൾ എപ്പോഴും തോന്നും സാധിക്കില്ല. വേഗം ഒരു വിളക്ക് വെച്ചിട്ട് 2 നാളികേരം പൂളിയായാലും ഹോമിച്ചിട്ട് മറ്റുള്ള പണികളൊക്കെ ചെയ്യേണ്ടി നിത്യം ഇതൊന്നും ആവാത്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് പഞ്ചായതന വിധാനം. അല്ല, ആ ഗണപതി തത്വം പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ അഥർവശീർഷ ഗണപതി മന്ത്രങ്ങളാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ അതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അഥർവണൻ എന്ന് പറയുന്ന ഋഷി കണ്ടെത്തിയിട്ടുള്ളതാണ് ഇത് അഥർവ ശീർഷ മന്ത്രം. എന്ന് വെച്ചാൽ മന്ത്രം ദ്രഷ്ടാരഹ ഋഷയ എന്നാണ്. മന്ത്രദ്രഷ്ടാക്കളാണ് ഋഷികൾ. അപ്പോൾ ആ ഋഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് ഇപ്പോൾ ഈ ശിവകാശി പടങ്ങളൊക്കെ വന്നേ പിന്നെ കുളിമയൊക്കെ കെട്ടി ഒരു കമണ്ടിലൊക്കെ പിടിച്ചിട്ട് താടിക്കാരൻ എന്നുള്ള സംഭവം അങ്ങനെയല്ല ശരിക്കും. അത് പിന്നെ ആരോ
ആ സംഭവത്തെ അങ്ങനെ കൊണ്ടുവന്നാണ്. അതായത് ഈ ജഡാമകുടങ്ങളും വൽക്കലങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടു. അതൊരു ചിത്രകാരന്റെ ഭാവനയിൽ അങ്ങനെ വന്നായിരിക്കും. എന്നാൽ ഈ ഋതം എന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചത്തിന്റെ സത്യത്തെ അനുസരിക്കുന്ന ആളാണ് ഋഷി. ഋതത്തിൽ നിന്നാണ് ഋഷി ഉണ്ടാവുന്നത്. അപ്പൊ ആ ഋതം എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള സനാതനമായ സത്യമാണ് ഈ ഋതം. അതാണ് ഈ അനാദിയായതും അതുപോലെ തന്നെ നശിക്കാത്തതുമായിട്ടുള്ള ഒരേ ഒരു തത്വ ഋതം. അതിൻ്റെ അടുത്താണ് സത്യം, അതിൻ്റെ അടുത്താണ് ധർമ്മം, അതിൻ്റെ അടുത്താണ് കർമ്മം. ഈ ഋതത്തെ ആർക്കും അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് പറയുക. ഇപ്പോൾ ചലന നിയമമാണ്. ഇപ്പോൾ ഓരോ ഗോളങ്ങളും സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഈ ഗോളങ്ങളൊക്കെ എന്തെങ്കിലും തരത്തിൽ ചെറിയ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അപ്പം ഇതിനെയൊക്കെ തുല്യ അകലത്തിൽ സഞ്ചരിപ്പിക്കുക, എല്ലാതിനെയും പ്രവർത്തിപ്പിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഋതം, അതാണ് ഈശ്വരൻ. അപ്പോൾ ആ ഋതം എന്നുള്ള തലത്തിലേക്ക് എത്താൻ ഋഷിമാർക്കൊക്കെ കഴിയും. അതുകൊണ്ടാണ് ഋഷിയെ നമ്മൾ പറയുന്നത്. അത് മഹാൻ ഋഷിയുണ്ട്, മഹർഷിയുണ്ട്, രാജർഷിയുണ്ട്, ബ്രഹ്മർഷിയുണ്ട്, യോഗർഷിയുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അതിലുള്ള ഈ അധർവണൻ എന്ന് പറയുന്ന ഋഷി കണ്ടെത്തിയിട്ടുള്ളതാണ് അധർവ ശീർഷ ഗണപതി മന്ത്രം. അത് നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ അത് കിട്ടും. അത് എങ്ങനെയാ വെച്ചാൽ പ്രപഞ്ചത്തെ മുഴുവൻ ഈ ഗണപതിയുടെ വിവിധ ഭാഗങ്ങളായി കണ്ടുകൊണ്ടിട്ടുള്ള ഒരു മന്ത്രത്തിന്റെ വിധാനമാണ്. അതിൽ തന്നെ ഈ ആദ്യത്തെ കൃതയുഗം എന്ന് പറയുന്ന കാലത്ത് ധർമ്മം മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ഗണപതിക്ക് സ്ഫടികം പോലെയുള്ള കളറായിരുന്നു എന്ന് പറയുന്നത്. സ്ഫടികം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, നോക്കി അപ്പുറം കാണും. പിന്നീട് അത് ത്രേതായുഗത്തിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി എന്തായി മാറുന്നത്, ഈ രജോ ഗുണങ്ങൾ കൂടും. സാത്വിക ഗുണം കുറച്ച് കുറഞ്ഞു വരും, രജോ ഗുണം കൂടിക്കൂടി വരുമ്പോൾ ഗണപതിയുടെ കളറേ മാറേണ്ടതെന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് മൂപ്പര്. എന്ന് വെച്ചാൽ ഒരു റെഡ്, ഒരു മെറൂൺ കളറൊക്കെ ആയിട്ട്